ഹലോ മനുഷ്യനെ കാണാൻ, സ്നേഹിക്കാൻ, വിശക്കുന്നവന്റെ മുമ്പിൽ അപ്പമായി മാറാൻ ഞാൻ സ്വാമി വിവേകാനന്ദ സ്വാമികളുടെ വാക്ക് കടമെടുക്കാം. വിശക്കുന്നവന്റെ മുമ്പിൽ ദൈവം അപ്പമായി, ഈ അപ്പം ഞാനാണ്. അതുപോലെ നമ്മുടെ എല്ലാവരുടെയും മനസ്സിലെ സന്തോഷമാണ് ഇങ്ങനെ മഴ പെയ്തിട്ടും ഇവിടെ ഈ പാവപ്പെട്ടവന്റെ വീട്ടിൽ നിങ്ങളെല്ലാവരും എത്ര സന്തോഷത്തോടെയാണ് എത്തിച്ചേർന്നത്. വളരെ വിശിഷ്ടമായിട്ടുള്ള നിമിഷം അച്ഛനെന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അതിനുശേഷം ഓരോ ചെറിയ ചെറിയ കാര്യപരിപാടികൾ നമുക്ക് ആരംഭിക്കാം. Daud, he had today first communion, and it is a great occasion for the Catholic Church that he entered one more sacrament he took. So, in this joyous occasion, I wish you a very, very new life. You are taking the body and blood of Jesus and be like Jesus. In Johan, we read 6th chapter or unless you eat my body and drink my blood, you cannot be my disciple. And this is what, for where we shall go. In you, we have the life eternal. So today, my dear child, King Daud also in there in Old Testament we know, and from there only Jesus comes, and your name also is Daud. So we congratulate you and wish you all the best for your future life, and we pray. നമ്മുടെ പിതാവേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി, കർത്താവിനോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ദരിദ്രമായ ഈശോ അനുഗ്രഹിക്കപ്പെടാവുന്നു. പവിത്രാത്മാവിൻ സച്ചാരിതാവ് सबके साथ हो, എപ്പോഴും എന്നേക്കും. Thank you, Father. തുടർന്ന് ദാവീദ് എന്നുള്ളത് ഒരു പഴയ പേരാണെന്ന് നമുക്കറിയാം. ദാവീദ് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എൻ്റെ പ്രിയൻ എന്നാണ് മലയാളത്തിൽ. എൻ്റെ പ്രിയൻ. ദാവീദ് എഴുതിയ വളരെ മനോഹരമായ സാഹിത്യകൃതികളുണ്ട്. അത് നമ്മൾ അറിയുന്നത് സങ്കീർത്തനങ്ങൾ എന്ന പേരിലാണ്. അതിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള സങ്കീർത്തനങ്ങളിൽ ഒന്നാണ് Psalm 23, അതായത് സങ്കീർത്തനം 23. ദാവീദ് അതൊന്ന് നമുക്ക് വേണ്ടി വായിച്ചു കേൾപ്പിക്കും. ശ്രദ്ധാപൂർവ്വം നമുക്കൊന്ന് ശ്രമിക്കാം. പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടുന്ന് എന്നെ നയിക്കുന്നു. അവിടുന്ന് എനിക്ക് ഉന്മേഷം നൽകുന്നു. തന്റെ നാമത്തെ പ്രതി നീതിയുടെ മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിലാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. അങ്ങയുടെ ഔന്നടിയിൽ രണ്ടും എനിക്ക് ഉറപ്പേകുന്നു. എൻ്റെ ശത്രുക്കളുടെ മുൻപിൽ അവിടുന്ന് എനിക്ക് വിരുന്നൊരുക്കുന്നു. എൻ്റെ ശിരസ്സു തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. എൻ്റെ പാനപാത്രം കവിഞ്ഞൊഴുകുന്നു. അവിടുന്ന് നന്മയും കരുണയും ജീവിതകാലവും മുഴുവൻ എന്നെ അനുഗ്രഹിക്കും. കർത്താവിൻ്റെ ആലയത്തിൽ ഞാൻ
മാറണമെങ്കിൽ അതിനെ സ്നേഹിച്ചാൽ മതി. ഇപ്പം നമ്മളിത് ഇരുട്ടിനെ സ്നേഹിച്ചുകൊണ്ട് സകല ദൗർബല്യങ്ങളും നീക്കി വെച്ചുകൊണ്ട് സന്തോഷമായിട്ട് ഈ മധുരം പങ്കുവെച്ച് കഴിക്കുന്നത് ദാവീദിലേക്ക് കടന്നു വന്നതാണ്. ദാവീദിലേക്ക് ഇന്ന് മുതൽ ദാവീദല്ല, ദാവീദിലുള്ള ദൈവത്തിൻ്റെ പ്രതിനിധി കൂടി ചേർന്ന യാത്ര. അപ്പം അതിൻ്റെ മധുരം പങ്കുവെക്കലാണ് നമ്മളിപ്പോൾ ദാവീദിൻ്റെ പപ്പയുടെയും മമ്മിയുടെയും സാന്നിധ്യത്തിൽ ദാവീദ് കേക്ക് മുറിക്കുന്നത്. കയ്യടിക്കോ? ഇതിനു മുമ്പ് രാവിലെ ഒരു വാക്ക് നമ്മളോട് പറയുക. എന്താണ് പരിപാടി അറിയുന്നത്? നോക്കണേ. കുർബാന സ്വീകരണം എന്നത് നല്ലൊരു കാര്യമാണ്. വളരെ സന്തോഷമുണ്ട് കളിക്കുമ്പോൾ. നല്ലൊരു ക്ലാപ്പ് കൊടുത്ത് ഇന്ന് ഈ അവസ്ഥയിലും ഈ മുറിക്കുന്ന കേക്ക്